ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഡെസേർട്ട് പാക്കേജ് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോകുന്നത്. അങ്ങനെ കുറച്ച് പേര് യാത്ര ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഡെസേർട്ടിലോട്ട് കടന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഡെസേർട്ടിൻ്റെ അകത്തോട്ട് പോയി നമുക്ക് പെട്രോളാണ് കിട്ടിയത്, നിശാൻ പെട്രോൾ. അതിൽ കയറി നേരെ നമ്മൾ ക്യാമ്പിലോട്ട് എത്തിയിട്ടുണ്ട്, ഡെസേർട്ട് ക്യാമ്പിൽ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു മുതലിന് വരവ് കണ്ടത്. അങ്ങനെ അതും വീഡിയോ എടുത്ത് നേരെ നമ്മൾ എൻട്രൻസിലൂടെ അകത്തോട്ട് കയറി പോയി. ചെന്നുടനെ നമുക്ക് VIP കാർഡും കൈ തന്നിട്ടുണ്ട്. നമ്മൾ VIP പാക്കേജാണ് എടുത്തത്, കാശൊന്നും നോക്കിയില്ല. അങ്ങനെ ആ ഒരു ID കാർഡ് ഇട്ട് നമ്മൾ VIP സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. ഇതാണ് VIP സെക്ഷൻ. അപ്പോൾ താഴെ കാണുന്നതാണ് നോർമൽ സെക്ഷൻ. അങ്ങനെ 2 സെക്ഷനായിട്ടുണ്ട്. നമ്മൾ VIP പാക്കേജാണ് എടുത്തത്. അങ്ങനെ സൈഡിലോട്ട് കറങ്ങിയപ്പോഴത്തേക്ക് സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യങ്ങൾ സാധനങ്ങൾ വാങ്ങാനും പിന്നെ ബാറും എല്ലാ സംവിധാനം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ VIP പാക്കേജ് ആയതുകൊണ്ട് ഫസ്റ്റ് നമുക്കൊരു കോഫി കിട്ടി. അതായത് നമ്മൾ ഒട്ടക സഫാരിക്ക് പോയിട്ടുണ്ട്. ഒട്ടക സഫാരിക്ക് ഇടലായിരുന്നു. ഈ ഒട്ടകം എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പേടിയാവും, പക്ഷേ എനിക്ക് പേടിയായില്ല. ചിലവരൊക്കെ എനിക്കത് റിപ്പോർട്ട് ചെയ്ത് തന്നായിരുന്നു. ആളുടെ പേരൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്നതാണ് ഗൈസ് മരുഭൂമി. അങ്ങനെ മരുഭൂമിയിലൊക്കെ കറങ്ങി നടന്ന് നമ്മൾ നേരെ ഫോട്ടോ എടുക്കാനൊക്കെ പോയി. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ തിരിച്ച് ക്യാമ്പിലോട്ട് ഇട്ടുണ്ട്. ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി തുടങ്ങുന്നത്. ഫുഡ് VIP എന്ന് പറഞ്ഞപ്പം VIPക്ക് ക്യൂ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു VIP സെക്ഷനിൽ ക്യൂ ഉണ്ട്, അല്ലാതെ നോർമലായിട്ട് ഇന്ന് ക്യൂ വയ്ക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ ക്യൂ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ പറഞ്ഞു കൈ കിട്ടതെല്ലാം വാരിക്കൊണ്ട് വന്ന് എന്തൊക്കെയോ കഴിച്ചു. എന്തായാലും ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അത്യാവശ്യം കഴിച്ചു. അങ്ങനെ രാത്രി ആയപ്പോഴത്തെ പരിപാടികളൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡ് അടിയൊന്നും നിർത്തിയില്ല. ഇടയ്ക്കിടയ്ക്ക് പോകും എടുക്കും കഴിയും. നമ്മൾ അവിടെ നിന്ന് പരിപാടികളെല്ലാം കണ്ട് ഏകദേശം ഒരു 8-8:30 ആയപ്പോഴത്തേക്ക് പരിപാടിയെല്ലാം തീർന്ന് നമ്മൾ നേരെ തിരിച്ചു പോയി. അത്യാവശ്യം കിടലും പാക്കേജൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു പടം കണ്ടിട്ടാണ് തിരിച്ച് റൂമിലോട്ട് പോയി. ഓക്കെ ബൈ.